താങ്കൾക്ക് എന്തു വില വരും എന്നെങ്കിലും ഇങ്ങനെ സ്വയം ചോദിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കൂ, ഇത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ക്യാമറകളിൽ ഒന്നാണ്. ഇതിന് $2.78 മില്യൺ അഥവാ കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ വില വരും. ഛായാഗ്രഹണത്തിന്റെ തെളിമ കൂടുന്നതിനനുസരിച്ച് ക്യാമറയുടെ വില കൂടും. മനുഷ്യ നയനങ്ങളോളം തെളിമയുള്ള ഒരു ക്യാമറയും നിലവിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ എത്ര കോടി വിലമതിക്കും? മികച്ച നിലവാരമുള്ള ഈ ശബ്ദഗ്രാഹിക്ക് ലക്ഷങ്ങൾ വില വരുമെങ്കിൽ മനുഷ്യന്റെ ശ്രവണേന്ദ്രിയങ്ങൾ എത്രയോ വിലമതിക്കുന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്ത പറയുന്നത് ഒരു കൃത്രിമ ഹൃദയത്തിന് 1 കോടി രൂപ വേണമെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭദ്രമായിരിക്കുന്നതും കാലാകാലങ്ങളായി പ്രവർത്തനക്ഷമവുമായ ഹൃദയത്തെ നമുക്ക് വിലമതിക്കാനാകുമോ? മാത്രമല്ല, നിലച്ചുപോയാൽ പുനഃപ്രവർത്തിപ്പിക്കുവാൻ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന വൃക്കകൾ, ശ്വാസകോശങ്ങൾ, കരൾ തുടങ്ങി നിരവധി ആന്തരിക അവയവങ്ങൾക്കൊപ്പം കോടിക്കണക്കിന് വിവരങ്ങളും ചിത്രങ്ങളും ശേഖരിച്ചു വെക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള സൂപ്പർ കമ്പ്യൂട്ടറായ തലച്ചോറുമൊക്കെ ചേർന്ന മനുഷ്യ ശരീരത്തിന്റെ വില നിർണയിക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മോഡൽ നോക്കി അകത്തിരിക്കുന്ന വ്യക്തിയുടെ വില നിർണയിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇത്ര വിലപിടിപ്പുള്ള ശരീരം നിങ്ങൾക്കായി ഒരുക്കിയ ദൈവം അതിനുള്ളിൽ വസിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ എത്രത്തോളം വിലമതിക്കുന്നു എന്ന് ഊഹിച്ചു നോക്കുക. വിശുദ്ധ ബൈബിളിൽ ദൈവം നിനക്ക് നൽകുന്ന വിലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തുല്യമായ വില നൽകിയാണ് നാം വസ്തുക്കൾ വാങ്ങുകയും വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നെ വീണ്ടെടുക്കുവാൻ ദൈവം നൽകിയത് യേശുവിനെയാണ്. അതായത് ദൈവസന്നിധിയിൽ എന്റെ വില യേശുവിന്റെ വിലയാണ്. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചത്: അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. ഒരു കാറിന്റെ വില നിർണയിക്കുന്നത് ആരാണ്? അതിന്റെ നിർമ്മാതാവോ അതോ നാട്ടുകാരോ? നിന്റെ സൃഷ്ടാവാണ് നിനക്ക് വിലയിട്ടിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. സൂര്യപ്രകാശമുള്ളിടത്ത് വിളക്ക് കെട്ടുപോയാൽ ആരാണ് സങ്കടപ്പെടുക? ദൈവസ്നേഹം നിന്നെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ സഹോദര സഹോദരി, നീ എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.